തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന്റെ മൊഴികളിൽ പൊരുത്തക്കേട്. ബാറുടമയായ അനിമോന്റെ ശബ്ദരേഖ വന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമായ പശ്ചാത്തലത്തിലായിരുന്നു അർജുൻ രാധാകൃഷ്ണനെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തത്. എന്നാൽ നിസ്സഹകരണ മനോഭാവമായിരുന്നു അർജുന്റേത്. ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നോട്ടീസ് നൽകിയിട്ടും ഒഴിഞ്ഞുമാറിയതോടെയാണ് തിരുവനന്തപുരം ആൽത്തറയിലെ വീട്ടിലെത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അർജുൻ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്തത്. ബാറുടമ അനിമോൻ പണപ്പിരിവ് ശബ്ദ സന്ദേശമിട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നേരത്തെ അർജുൻ അഡ്മിനായിരുന്നുവെന്നും ഇപ്പോഴും തുടരുന്നുണ്ടെന്നും വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അർജുനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ചോദ്യം ചെയ്യലിനോടും അർജുൻ നിസ്സഹകരണ മനോഭാവമാണ് പുലർത്തിയത്. തനിക്കൊന്നും അറിയില്ലെന്ന മറുപടിയായിരുന്നു പല ചോദ്യങ്ങൾക്കും നൽകിയത്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ താനില്ലെന്നായിരുന്നു അർജുൻ തുടക്കത്തിൽ വാദിച്ചത്. ഈ നമ്പറിനെക്കുറിച്ച് അറിയില്ലെന്നും പറഞ്ഞു. പിന്നീട് തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ അർജുൻ നിലപാട് മാറ്റി. ഭാര്യാമാതാവ് മായ സജീവ് ഉപയോഗിക്കുന്ന ഫോണാണെന്ന് മൊഴി മാറ്റി. ഈ ഫോണിൽ ഉപയോഗിക്കുന്ന സിം കാർഡ് അർജുന്റെ ഭാര്യയുടെ പേരിലുള്ളതാണ്. ഇക്കാര്യം അർജുൻ നിഷേധിച്ചു. അന്വേഷണവുമായി സഹകരിക്കാത്ത പശ്ചാത്തലത്തിൽ അർജുന്റെ ഭാര്യയെയും ഭാര്യാമാതാവിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം അർജുനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന നിലപാടിലാണ് പോലീസ്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അർജുനെ ചോദ്യം ചെയ്തത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ബാർക്കോഴ ഗൂഢാലോചനയിൽ LDF പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നതോടെ പ്രതിരോധത്തിലായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മകൻ അർജുൻ രാധാകൃഷ്ണന്റെ ഭാര്യയുടെ കുടുംബത്തിന് ബാറുണ്ടെന്ന സ്ഥിരീകരണം. എന്നാൽ മകന് ബാറുമായി ബന്ധമില്ലെന്ന വിശദീകരണം. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ഓഡിയോ പുറത്തുവന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അർജുൻ രാധാകൃഷ്ണൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ഇതിനു പിന്നാലെയാണ് LDF തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കോട്ടയത്തെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. ഇതോടെ പ്രതിരോധത്തിലായ തിരുവഞ്ചൂർ പ്രതികരണവുമായി രംഗത്ത് വരികയായിരുന്നു. മകന്റെ ഭാര്യാപിതാവിന്റെ പേരിലായിരുന്നു ബാർ ലൈസൻസ്. ഇദ്ദേഹത്തിന്റെ മരണശേഷം മാതാവാണ് ഇത് നോക്കി നടത്തുന്നതെന്നും തിരുവഞ്ചൂർ വിശദീകരിച്ചു. അമ്പാടി ബാർ എന്ന് പറയുന്നത് അവിടെ പുരുഷോത്തമൻ എന്ന് പറയുന്ന അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു ബാറാണ്. അദ്ദേഹം മാത്രമല്ല 5 പേര് ചേർന്ന് ആരംഭിച്ചതാണ്. അതിനുശേഷം പിന്നെ പാർട്ട്നേഴ്സ് ഉണ്ടായി. ആ പാർട്ട്നേഴ്സ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ടുണ്ട്. ഏതാ എൻ്റെ മകൻ്റെ ഫാദറുണ്ട്. മകൻ വന്നതിന് ശേഷം അദ്ദേഹവും മരിച്ചു. ഈ 2 തലമുറയിലെ ആളുകളും മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ആ ഷെയർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അനിമോനുമായി മകന്റെ ഭാര്യയുടെ കുടുംബത്തിനുള്ള ബന്ധവും തിരുവഞ്ചൂർ നിഷേധിച്ചില്ല. നേരിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ് തഴി തപ്പി. ഭാര്യാപിതാവിന്റെ ഫോൺ അർജുൻ ഉപയോഗിച്ചതായുള്ള ആരോപണത്തിന് വ്യക്തമായ മറുപടിയുണ്ടായില്ല. സാധാരണ നിലയിൽ രാഷ്ട്രീയ ആരോപണങ്ങളിൽ ഒറ്റയ്ക്ക് പ്രതികരണം നടത്തുന്ന ആളാണ് തിരുവഞ്ചൂർ. എന്നാൽ ഇന്നലെ കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുന്നണി നേതാക്കളെ ഒപ്പം കൂട്ടിയാണ് തിരുവഞ്ചൂർ എത്തിയത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.